हो जन्म जन्म की खोज बताए, राम से चल के राम पे आए। प्रेम कोई हमें और न जाने, राम से रूठे राम से माने। राम सिया की करुण कहानी, एक है चंदन एक है पानी। राम सिया राम जय जय राम। 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 तेरे नाम तुम ताना तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तेरे नाम, तेरे नाम आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का तुम ताना तेरे नाम, आदि का तेरे नाम। हरि अनंत हरि कथा अनंता, कहि सुनहि बहु विधि सब संता। राम रतन धन जो कोई पाए, जीवन भर रामायण गाए। मंगल भवन अमंगल हारी, द्रवहु सुदशरथ अजर बिहारी। राम सिया राम जय जय राम। 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 ओम जय गंगे माता, श्री जय गंगे माता। जो नर तुझको ध्याता, जो नर तुझको ध्याता, मन वांछित फल पाता। ओम जय गंगे माता। ज्योत तुम्हारी जल निर्मल आता, मैया जल निर्मल आता। शरण पड़े जो तेरी
परम गति पाता। मात तुम्हारी जो जन नित गाता, दास वही सहज में, दास वही सहज में मुक्ति को पाता। श्री जय गंगे माता, जो नर तुझको ध्याता, जो नर तुझको ध्याता, मनवांछित फल पाता। ओम जय गंगे माता। जय गंगे माता। ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പാഞ്ചേന്യം ഭാരതം രാമായണ മാസാചരണമായി നടത്തിവരുന്ന ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ 2025 എന്ന പരമ്പരയിലെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് കുമാരി സദൃശ. രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ. ശ്രീരാമ ഗോവിന്ദ നാരായണാനന്ദ, സീതാപതേ ജയ, രാമ ഹരേ. ദണ്ഡക കാനനം പൂക്കുവിരാധനേ, ഖണ്ഡനം ചെയ്ത ശ്രീരാമ ഹരേ. ഭംഗം വിനാശന ഭംഗം മുനീന്ദ്രന്, മംഗളം നൽകിയ രാമ ഹരേ. രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ ജയ, രാമ ഹരേ. ശ്രീരാമ ഗോവിന്ദ നാരായണാനന്ദ, സീതാപതേ ജയ, രാമ ഹരേ. സീതാപതേ ജയ, രാമ ഹരേ. സീതാപതേ ജയ, രാമ ഹരേ. ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് പാഞ്ചേന്യം ഭാരതത്തിന്റെ ദേശീയ ചെയർമാൻ കൂടിയായ ശ്രീ കുടശനാട് മുരളി അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. പാഞ്ചജന്യം ഭാരതത്തിലെ എൻ്റെ പ്രിയമിത്രങ്ങളെ, നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ വർഷം തോറും ആചരിച്ചു വരുന്ന രാമായണ മാസാചരണം ഈ വർഷം മുതൽ ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവലായി നടന്നു വരികയാണെന്ന് അറിയുമല്ലോ. രാമായണവും ഭാഗവതവും സനാതനധർമ്മവും ഹൈന്ദവ ആചാരങ്ങളും ഇന്ന് ലോകരാജ്യങ്ങളിൽ പഠിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു വരികയാണ്. നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും സനാതന ഹിന്ദു സംസ്കാരങ്ങളും വിദേശ സർവകലാശാലകളിൽ പഠന ഗവേഷണ വിഷയങ്ങളാണ്. രാമായണം ഉൾപ്പെടെയുള്ള നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളും അവയിലെ ഉന്നതങ്ങളായ ദർശനങ്ങളുമാണ് മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നും അവയെ വേറിട്ടതാക്കുന്നത്. ശ്രീരാമൻ ആദർശവാനും സൽക്കർമ്മിയുമാണ്. അങ്ങനെയുള്ള മര്യാദാ പുരുഷോത്തമനായ രാമന്റെ യാത്രയാണ് രാമായണം.
മനുഷ്യ മനസ്സുകളിലെ രാവ് മായണം, അഥവാ ഇരുള് ഇല്ലാതാകണം എന്നതാണ് രാമായണ പാരായണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. രാമായണം ഭയഭക്തിയോട് പാരായണം ചെയ്യുന്ന ഒരാളിലും തിന്മയിലേക്ക് തിരിയുവാൻ കഴിയില്ല. വളരെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ രാമമന്ത്രം ഉരുവിടുവാനുമായി സന്ധ്യാനാമ പ്രാർത്ഥനയിൽ മക്കളെയെല്ലാം കൂട്ടുമായിരുന്നു. രാമമന്ത്രം ഉച്ചരിച്ചാൽ ഭൂതപ്രേത പിശാചുക്കൾ ആ പ്രദേശത്ത് ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. പിതൃ വാത്സല്യത്തിനും സഹോദര സ്നേഹത്തിനും പ്രജകളുടെ ക്ഷേമ വാത്സല്യങ്ങൾക്കും ശത്രു നിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും രാമായണത്തിലെ ഏടുകൾക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നില്ല. കർക്കിടകം 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ രാമായണ പാരായണത്തിലൂടെ മാനസികവും ആത്മീയവും ധർമ്മനിഷ്ഠാപരവുമായ ഒരു ജീവിതക്രമത്തിന് രൂപം കൊടുക്കുന്നതിനും ചിങ്ങം 1 ആരംഭിക്കുന്ന പുതുവർഷത്തിൽ പുതിയൊരു മര്യാദാ പുരുഷോത്തമനായി സ്വയം രൂപപ്പെടുന്നതിനും പറ്റിപ്പോയിട്ടുള്ള അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം നടത്തുന്നതിനും ഓരോ വിശ്വാസിക്കും രാമായണ പാരായണത്തിലൂടെ കഴിയും. തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും വക്രതകളിലൂടെയും താൽക്കാലികമായി നേടിയെടുക്കുന്ന വിജയങ്ങൾ ശാശ്വതമല്ലെന്നും സത്യവും നീതിയും ധർമ്മവും അവസാന വിജയം കാണുമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീരാമന്റെ പിതൃഭക്തിയും ലക്ഷ്മണന്റെ ഭ്രാതൃഭക്തിയും ഹനുമാന്റെ ഗുരുഭക്തിയും ഒക്കെ രാമായണം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് രാമായണ ആശംസകൾ നേർന്നുകൊണ്ടും രാമായണ ഗ്ലോബൽ ഫെസ്റ്റിവൽ സംഘാടകരെ അനുമോദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നമുക്കായി രാമായണം പാരായണം ചെയ്യുന്നത് മുംബൈയിൽ നിന്നും ശ്രീമതി രാജം ശശികുമാറാണ്. ശ്രീമതി രാജം ശശികുമാറിനെ രാമായണ പാരായണത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം യഥായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ദാസരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. ഹരി ഓം. ശ്രീ ശബരിയാശ്രമ പ്രവേശനമാണ് വായിക്കാൻ പോകുന്നത്. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായ ഒരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന ശബരിയാശ്രമകം ബുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്യായ തപസി ഭക്തിയ സംവസിച്ചിതു. പാദാംഭോരുകൈകത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു വാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു. രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ. ധന്യയായി വന്ദേഹമിന്നു പുണ്യാതിരേകാൽ എന്നുടെ ഗുരുഭൂതന്മാരായ മുരിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടു വാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവர்களுം എന്നോട് ചൊന്നവർ ഏതുമേ ഖേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം
പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവെന്നവതരിച്ചതു രാക്ഷസവധാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നീടുവിടേക്കു രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നീടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നിതൗവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താമസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഉൾക്കമലത്തിങ്കൽ അറിയപ്പോകാതെയാതിതേ. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിതബോധാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണീരണം. പിന്നെ മധ്വചോഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതും. എട്ടാമതും മംഗളശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവതാപ മൽഭക്തന്മാരിൽ പരമാസക്തത്വവും സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്വത്വ വിചാരം കേളൊമ്പതാമത്. ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരിയകോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധിദ്ധനി. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഠ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്കു തപോധനി. ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം ഖേനവാദീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൂര് ശബരിയുമാകുലമകലുമാറാദരാൽ ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതോ ദിവ്യദൃശ്യ തണ്ടാലർ മകളെ ഞാൻ. മുമ്പിലമാർ കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായി അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത് ഭവാനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക. സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭഗവത്പാദ പങ്കജത്തോട് ചെന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനെ തത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം. ദയാനിധി ഭക്തി പൂണ്ടിത്തമുക്വാ ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചത് ശബരിക്കതു കാലം ഭക്തവത്സലൻ. പ്രസാദിക്കലിന്നവർക്കെന്നിലെത്തിയിടും മുക്തി. നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കലോ.
ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇവിടെ ശബരിയുടെ മോക്ഷപ്രാപ്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ധന്യമുഹൂർത്തം വന്നെടുത്തിരിക്കുകയാണ്. തപസ്യായ ശബരി ഫലങ്ങളെ കൊണ്ട് അതിഥി സേവ ചെയ്ത് സ്വീകരിച്ചു രാമനെ ലക്ഷ്മണനെ. അനേക കാലത്തെ കാത്തിരിപ്പിന്റെ രഹസ്യം ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ ഗദ്ഗതവാച പറയുകയാണ് ശബരി. ഇതാണ് സന്ദർഭം. ഹീനജാതിയിൽപ്പെട്ട ഞാൻ ഇതിനെല്ലാം അർഹയല്ല എന്ന് കേഴുമ്പോൾ നവവിധ ഭക്തിയെക്കുറിച്ച് ശ്രീരാമൻ ശബരിയെ ബോധവതിയാക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ പുരുഷ ജാതി വ്യത്യാസമോ മിത്രശത്രു ഭേദമോ എനിക്കില്ല. പിന്നെയോ പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ തത്വാനുഭൂതിയും മുക്തിയും വരും. അതുകൊണ്ട് മുനിപ്രിയെ, നിന്നിലുള്ള ഭക്തിയാണ് ഇന്ന് ഈ ദർശന സാഫല്യം നിനക്ക് സിദ്ധിച്ചത്. ഇനി മുക്തിക്ക് സമയമായിരിക്കുന്നു. നിനക്ക് എൻ്റെ സീതാദേവിയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പറഞ്ഞു തരിക. എല്ലാം അറിയുന്ന ഭഗവാൻ ചോദിച്ചാൽ ഉത്തരം പറയാതെ വയ്യ. സീതാദേവി ദുഃഖിച്ച് ലങ്കാപുരിയിൽ വാഴുന്നു. കൊണ്ടുപോയതോ രാവണൻ. ഇനി മുന്നിൽ പമ്പാ നദിയുണ്ട്. അതിനു മുകളിൽ ഈർഷ്യമുഖാചലം. അവിടെ ബാലിയെ പേടിച്ച സുഗ്രീവനുണ്ട്. സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുഗ്രീവനെ കൊണ്ട് എളുപ്പം സാധ്യമാവും. ഇതിത്രയും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ശബരി ദേഹം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ശബരിക്ക് മോക്ഷം കിട്ടുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാ ഭക്ത ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം. അടുത്തത് ഒരു പ്രഭാഷണമാണ്. പ്രഭാഷണം നടത്തുന്നത് സ്വാമി ജിതാത്മാനന്ദജിയാണ്. സ്വാമിജിയെ ഇന്ന് ഈ വേദിയിൽ പ്രഭാഷണത്തിനായി കിട്ടിയതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. മനുഷ്യജീവിതത്തിൽ രാമായണത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്താണ് എന്നൊക്കെ നമുക്ക് സ്വാമിജിയിൽ നിന്നും മനസ്സിലാക്കാം. വളരെ ഫലപ്രദമായ ഒരു പ്രഭാഷണം കേൾക്കാനായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രഭാഷണം നടത്താനായി സ്നേഹാദരങ്ങളോടെ ഏറെ ബഹുമാനത്തോടെ സ്വാമിജിയെ ക്ഷണിക്കുന്നു. സ്വാമി ജിതാത്മാനന്ദജി. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമണാം രാമ. ഹരി ഓം. പണ്ട് നമ്മുടെ നാടുകളിലെ വീട്ടിലൊക്കെ നിത്യവും സന്ധ്യാനാമവും സദ്ഗ്രന്ഥങ്ങളുടെ പാരായണവും അതുപോലെ ഗ്രഹസത്സംഗങ്ങളും ഒക്കെ സാധാരണയായിരുന്നു. സദ്ഗ്രന്ഥങ്ങളുടെ പാരായണത്തില് ദിവസവും രാമായണമെങ്കിലും പല വീടുകളിലും പാരായണം ചെയ്തിരുന്നു. എന്നാല് കാലക്രമത്തില് ഇതിന് ലോപം വന്നു തുടങ്ങിയ സമയത്താണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പോലുള്ള ഹൈന്ദവ സംഘടനകളുടെ കൂട്ടായ്മയായ വിശാല ഹിന്ദു സമ്മേളനം ആരാധനായ പരമേശ്വർജിയെ പോലുള്ള വ്യക്തികളുടെ ഉത്സാഹ ഫലമായി 1982 ഏപ്രിൽ 4-5 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടന്നത്. അതിന്റെ സമാപന സമ്മേളനത്തില് പ്രഗത്ഭന്മാരായ ഹൈന്ദവ ആചാര്യന്മാർ പങ്കെടുത്തിരുന്നു. അന്ന് മുഖ്യ പ്രഭാഷണത്തിനെത്തിയിരുന്നത് പൂജനീയ ചിന്മയാനന്ദ മഹാരാജായിരുന്നു. അന്ന് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി സ്വാമി ചെയ്ത ആവേശോജ്വലമായ പ്രസംഗത്തിലെ ഒരു ആശയമായിരുന്നു കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുവാൻ ശ്രമിക്കണമെന്ന്. സ്വാമിജി കൂട്ടത്തിൽ ഒരു നിർദ്ദേശം കൂടെ വെച്ചിരുന്നു.
രാമായണ മാസം നമ്മൾ ആചരിക്കുന്നത് രാമായണ മാസം ഇല്ലാതാവുന്നതിന് വേണ്ടിയാണ്. അതായത് 365 ദിവസവും രാമായണം വായിക്കുന്ന ആ പഴയ സമ്പ്രദായത്തിൽ നാം എത്തണം. വിശാല ഹിന്ദു സമ്മേളനത്തിന്റെ തുടർച്ചയായി എന്റെ സംഘാടക സമിതി പിന്നീട് ഒരു സംഘടനയായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് ആ വർഷം തന്നെ ജൂൺ 6-ന് എറണാകുളത്ത് ചേർന്ന വിശാല ഹിന്ദു സമ്മേളന നിർവഹണ സമിതിയാണ് ആ വർഷം മുതൽ രാമായണ മാസമായിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ കേരളത്തിലെ പല മാധ്യമങ്ങളും പരിഹാസത്തോടെയും ലേശം പുച്ഛത്തോടെയും ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതേ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ കർക്കിടക മാസം എന്ന് പോലും പറയാറില്ല, രാമായണ മാസം എന്നാണ് പറയാറുള്ളത്. കർക്കിടക മാസം 1-ാം തീയതി ഏതെങ്കിലും ഒരു മുത്തശ്ശി രാമായണം വായിക്കുന്ന ചിത്രവും ദിവസവും രാമായണ വിചാരങ്ങളും രാമായണത്തെ അടിസ്ഥാനമാക്കിയ ക്വിസ് പ്രോഗ്രാമുകളും രാമായണ പാരായണ പരിപാടികളും ഒക്കെയായി ഇന്ന് മലയാള പത്ര മുത്തശ്ശിമാർ മത്സരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ 4 ദശകങ്ങളായി കേരളത്തില് രാമായണ മാസാചരണം അതിഗംഭീരമായി നടക്കുന്നുണ്ട്. മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ ലോകമെമ്പാടും ഇത് വളരെ വിപുലമായി ഇന്ന് ആചരിച്ചു വരുന്നുണ്ട്. ഇന്ന് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ രാമായണ പാരായണവും രാമായണ പ്രഭാഷണങ്ങളും നടന്നു വരുന്നു. പക്ഷെ പൂജ്യ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞതുപോലെ ദിവസവും രാമായണം വായിക്കുന്ന സംസ്കാരത്തിലേക്ക് ഇനിയും നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. വിദേശ മിഷണറിമാരും മുഗളന്മാരും ഒക്കെ പല പരിശ്രമങ്ങളും നടത്തിയിട്ടും ഇവിടെ വലിയ തോതിലുള്ള ഒരു മതപരിവർത്തനം നടത്തുവാൻ സാധിക്കാത്തതിന്റെ മുഖ്യ കാരണം നമ്മുടെ കെട്ടുറപ്പുള്ള കുടുംബ വ്യവസ്ഥയായിരുന്നു. ഭാരതത്തിൽ നിലനിൽക്കുന്ന ഈ കുടുംബ ഐക്യം പലർക്കും ഒരു അത്ഭുതമായിരുന്നു. നമ്മുടെ പൂർവികന്മാര് നമുക്ക് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ വിചാരങ്ങളും ആചാരങ്ങളും നാം പിന്തുടർന്നു പോകുന്നു. തലമുറകളായി കൈവന്ന വിചാരധാരകൾ നാം അനുഷ്ഠിച്ചപ്പോൾ അത് ആചാരമായിട്ട് മാറി. അത് അടുത്ത തലമുറയ്ക്ക് പ്രചോദനം കൊടുത്തപ്പോൾ അത് പ്രചാരമായിട്ട് മാറി. വിചാരം, ആചാരം, പ്രചാരം. ഇവിടെ സംഘടിതമായ ഒരു മതപ്രചരണം ആവശ്യമില്ലായിരുന്നു. കുടുംബത്തെ ഓരോ അംഗവും കണ്ടു വളരുന്നത് അവരെ മുതിർന്ന അംഗങ്ങളുടെ ആചാരങ്ങളായിരുന്നു. എന്നാല് നമ്മുടെ ശ്രുതികളുടെയും സ്മൃതികളുടെയും പുരാണ ഇതിഹാസങ്ങളും ഒക്കെ ശ്രേഷ്ഠമായ കുടുംബ വ്യവസ്ഥ അനുശാസിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അവയുടെയൊക്കെ പാരായണം പഠനം ഒക്കെ നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തെ ശക്തിപ്പെടുത്തി. എന്നാല് 1921 മാപ്പിള ലഹളയും തുടർന്ന് 1930-40 കാലഘട്ടങ്ങളില് ഇവിടെ ഉണ്ടായ ചില വിപ്ലവ പാർട്ടികളും വിപ്ലവ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് വലിയ ക്ഷതമാണ് വരുത്തി വെച്ചത്. രാമായണം മഹാഭാരതവും ഒക്കെ കത്തിക്കണമെന്നും ക്ഷേത്രങ്ങളൊക്കെ അനാചാരങ്ങളുടെ കൂത്തരങ്ങാണെന്നും സംഘടിതമായ ഒരു പ്രചാരം ഈ നാട്ടിൽ വ്യാപകമായി ഉണ്ടായി. പുതിയ തലമുറയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും അതിൽ ആകൃഷ്ടരായി. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു ചുതി സംഭവിച്ച കാലഘട്ടത്തിലാണ് മുഴുവൻ ഹൈന്ദവ സംഘടനകളുടെയും ഏകോപനവും വിശാല ഹിന്ദു സമ്മേളനവും ഒക്കെ ഇവിടെ നടന്നത്. നമ്മുടെ കുടുംബങ്ങളില് നിത്യവും രാമായണ പാരായണം നടന്നിരുന്നുവെങ്കിൽ ഇന്നത്തെ പല കുടുംബ പ്രശ്നങ്ങളും ഒഴിവാകാമായിരുന്നു. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഒരു കുടുംബ കഥ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശങ്ങളാണ് നൽകുന്നത്. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നു. പുഷ്പവിമാനത്തില് അനേകം വാനരസേനയോടുകൂടിയുള്ള യാത്ര. വരുന്ന വഴിയില് ഓരോ ആശ്രമങ്ങളും ഇറങ്ങിയാണ് വരുന്നത്. അവരോടൊക്കെ രാവണന്റെ വധ വാർത്തയും അതുപോലെ രാക്ഷസ നാശത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാൻ. കാരണം വനത്തിലേക്ക് പോയ സമയത്ത് ഈ രാവണ നിഗ്രഹത്തിനുള്ള അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ ആ സന്തോഷ വാർത്ത അവരെയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ശ്രീരാമചന്ദ്രജി ഓർത്തത് നാളെ 14 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ്. അയോധ്യയിൽ താൻ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് ഉടൻ തന്നെ ഹനുമാനെ
ദൂതനായിട്ട് അയോധ്യയിലേക്ക് അയക്കുന്നു. ഹനുമാൻ അയോധ്യയിൽ നിന്നും ഒരു 30 കിലോമീറ്റർ അകലെയുള്ള നന്ദിഗ്രാമിന് താപസവേഷത്തിൽ നിന്ന് നാട് ഭരിക്കുന്ന ഭരതന്റെ അടുത്തെത്തുമ്പോൾ കണ്ട കാഴ്ച, പിറ്റേന്ന് ശ്രീരാമചന്ദ്രജി എത്തിയില്ലെങ്കിൽ അഗ്നിപ്രവേശനത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭരതനെയാണ്. ഒരു വശത്ത് ശ്രീരാമചന്ദ്രൻ എത്തിയ സ്വീകരിക്കാനുള്ള രഥവും ഒരുക്കി നിർത്തിയിരിക്കുന്നു. കാരണം കുറെ ദിവസങ്ങളായി ദൂതന്മാരെ പല ദിക്കിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു രാമചന്ദ്രന്മാരെ ആഗമന വാർത്ത അറിയുവാൻ വേണ്ടി. പക്ഷേ ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഈ പുഷ്പബഹുമാനം കിട്ടിയ കാര്യമൊന്നും ഭരതൻ അറിയില്ലല്ലോ. അപ്പൊ രാമന്റെ ആഗമന വാർത്ത ഹനുമാനം ശ്രവിച്ച ആ സമയത്ത് താൻ ഇന്നുവരെ അനുഭവിക്കുന്ന അധികാരം നഷ്ടപ്പെട്ടു പോകുമല്ല എന്ന് യാതൊരു ചിന്തയുമില്ലാതെ രാമനെ സ്വീകരിക്കുവാൻ അയോധ്യയിലേക്ക് ആ രഥവും വലിച്ചുകൊണ്ട് പോകുന്ന ഭരതശത്രുഘ്നന്മാരെ കാണുമ്പോൾ ഹനുമാൻ ഒരു സംശയം, ഇതിപ്പോൾ ഏത് സഹോദരനാണ്, ആരാണ് കേമനാണ്? സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരന്മാരുടെ കഥയാണ് രാമായണം പറയുന്നത്. ഇനി ഇവരുടെ ഭക്തിമാരുടെ അവസ്ഥ, ശ്രുതകീർത്തിയും മാണ്ഡവിയും. ഈ 14 വർഷത്തിനിടയില് ഒരിക്കൽ പോലും അവര് അയോധ്യ രാജധാനി വിട്ടുകൊണ്ട് ഈ നന്ദിഗ്രാമം കേവലം 30 കിലോമീറ്ററോളം അകലെ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല. സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, അന്ന് ഇതുപോലെ ചാറ്റ് ചെയ്യാനോ വാട്സപ്പോ മൊബൈലോ ഒന്നുമില്ലാത്ത കാലമാണ്. പക്ഷേ ഒരിക്കൽ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരെ കാണുവാനായിട്ട് അങ്ങോട്ട് എത്തിയിരുന്നില്ല. കാരണം അവരുടെ കൂടെ മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു, ഊർമിള, ലക്ഷ്മണന്റെ പത്നി. 4 വർഷം മുമ്പ് രാമനെ സേവിക്കാൻ വേണ്ടി പോയതാണ്. ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയില്ല. അവൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും തങ്ങൾക്ക് വേണ്ട എന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിൽ കഴിഞ്ഞ ശ്രുതകീർത്തിയും മണ്ഡവിയും. സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരിമാരുടെ കഥയാണ് രാമായണം പറയുന്നത്. സുമിത്ര മാതാവ് രാമായണത്തിലെ മറ്റൊരു നിശബ്ദമായ കഥാപാത്രമാണ്. ഒരു കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊക്കെ പെട്ട് തകർന്നുകൊണ്ടിരുന്നപ്പോൾ ആ പുത്രവധുക്കളെയൊക്കെ ചേർത്ത് നിർത്തി പുത്രദുഃഖത്താലും ഭർത്തൃവിയോഗത്താലും തകർന്ന കൗസല്യാദേവിയെ സാന്ത്വനിപ്പിക്കുന്ന സുമിത്ര മാതാവ്, അതുപോലെ എല്ലാവരാലും വെറുക്കപ്പെട്ട ആ ഒരു കൈകേയി മാതാവിനെ ആശ്വസിപ്പിക്കുന്ന സുമിത്രാജി, വനവാസത്തിന് പോയ സ്വന്തം പുത്രന് ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശം നൽകിയ സുമിത്ര മാതാവ് നമുക്ക് എന്തെല്ലാം സന്ദേശങ്ങളാണ് നൽകുന്നത്. അതുപോലെ സീതാദേവി കാട്ടിലെ മനോഹാരിതയൊക്കെ കണ്ട് ആ വനഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരിക്കല് സീത ശ്രീരാമചന്ദ്രജിയോട് പറഞ്ഞത്രേ, ഈ വനം എത്ര സുന്ദരമാണ്, ഈ ആശ്രമ അന്തരീക്ഷങ്ങളൊക്കെ എത്ര സുന്ദരമാണ്. 14 വർഷം കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് അയോധ്യയിലേക്കൊന്നും പോകണ്ട, അവശേഷിക്കുന്ന കാലവും കൂടി ഈ വനത്തിൽ തന്നെ നമുക്ക് കഴിച്ചുകൂടാം, ഭരതൻ രാജ്യം ഭരിക്കട്ടെ എന്ന്. വാസ്തവത്തില് ഈ വാക്കുകള് ശ്രീരാമചന്ദ്രജിക്ക് അത്യധികം ആനന്ദം നൽകി. കാരണം രാജകുമാരിയാണ്, എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി കൊട്ടാരത്തിൽ കഴിഞ്ഞ ആളാണ്. തന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഈ കഷ്ടപ്പാടും വനവാസവും ഒക്കെ വേണ്ടി വന്നത്. അപ്പൊ ഇതുവരെ അതിന് കാരണക്കാരായ ആ കൈകേയിയോ മന്ത്രയോ പഴിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇനി അവശേഷിക്കുന്ന കാലം കൂടി ഈ വനത്തിൽ കഴിച്ചുകൂട്ടാമെന്ന് സന്തോഷപൂർവ്വം സീതാദേവി പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞത്രേ, നിന്റെ വാക്കുകൾ തന്നെ നിന്റെ കുലമഹിമ വെളിപ്പെടുത്തുന്നു, എത്രയായാലും നീ ജനകാത്മജിയല്ലേ എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ മക്കളെ ഈ വിധം വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഇതുപോലുള്ള മാതൃകകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾ എല്ലായിടത്തും മാനിക്കപ്പെടുമായിരുന്നു. അവർ എത്തിച്ചേരുന്ന ഗ്രഹത്തിൽ അവർ ഏറ്റവും അധികം ആദരിക്കപ്പെടുമായിരുന്നു. മാത്രമല്ല ഒരിക്കലും അവർ ഇരകളാക്കപ്പെടുമായിരുന്നില്ല. ശ്രീരാമനെ എന്ന ആ ആദർശ പുരുഷനെ മനസ്സിലെത്തിയ ഒരു ആൺകുട്ടിയും ഒരിക്കലും ഒരു വേട്ടക്കാരനാകാനും സാധിക്കുമായിരുന്നില്ല. മകനായും ശിഷ്യനായും ഭർത്താവായും രാജാവുമായും ഒക്കെയുള്ള ശ്രീരാമചന്ദ്രന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ നാം രാമായണത്തിൽ കാണുന്നുണ്ട്. കൗസല്യാദേവിയുടെയും ദശരഥന്റെയും പ്രിയപുത്രനായി ആനന്ദവും സ്നേഹവും ഒക്കെ ചൊരിയുന്ന നല്ല ഒരു പുത്രന്റെ റോൾ ചെയ്യുവാൻ
പക്ഷേ വസിഷ്ഠ മഹർഷിയിൽ നിന്നും അതിഗഹനങ്ങളായ ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിക്കുമ്പോൾ ഒരു ഉത്തമ ശിഷ്യന്റെ ഭാവത്തിലായി മാറുന്നു. അതുപോലെ വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പോകുന്ന ആ സമയത്ത് താടകാവധവും ജനകന്റെ കൊട്ടാര സന്ദർശനവും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളിലെല്ലാം ശരിയായ ഒരു ശിഷ്യന്റെ ഗുണങ്ങൾ നമുക്കൊക്കെ മാതൃകയാണ്. രാജാവെന്ന നിലയില് തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളെ പോലും ബലികഴിക്കുന്നു. അങ്ങനെ ഒരു രാമനെയാണ് വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത്. സീതയെ സർവസമർപ്പണത്തിന്റെയും ഭാവമായിട്ടാണ് രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈകേയി സീതയ്ക്ക് ധരിക്കുവാൻ വേണ്ടി വനവാസ സമയത്ത് മരവുരി നൽകുമ്പോൾ സകലരും അതിനെ പഴിക്കുന്നുണ്ട്. എന്നാൽ സീതയ്ക്ക് യാതൊരു പരിഭവവുമില്ല. ഭർത്താവ് വനവാസിയാണെങ്കിൽ ഭാര്യയും അങ്ങനെ തന്നെ എന്ന ഭാവം. ആകെ ഒരു പിഴവേ സംഭവിച്ചുള്ളൂ, ലക്ഷ്മണനെ ഒന്ന് സംശയിച്ചതും പരുഷമായി സംസാരിച്ചതും. അതിന് വലിയ വില ജീവിതത്തിൽ കൊടുക്കേണ്ടിയും വന്നു. 14 വർഷത്തേക്ക് അതുപോലെ ഭരതനെ യാഗത്തിന്റെ മൂർത്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 14 വർഷത്തേക്ക് ശത്രുക്കളില്ലാതെ ലഭിച്ച ചക്രവർത്തി പദം. പക്ഷെ ജ്യേഷ്ഠൻ രാജാവാകുക എന്നത് ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യമാണ്. അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എത്രമാത്രമാണ്. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ. അധികാരം ഏത് വിധേനയും കൈക്കലാക്കാനും ഇനി കിട്ടിയ അധികാരം, ആ അധികാര കസേര ജീവിത അവസാനം വരെ നിലനിർത്തുവാനും എന്ത് നീച്ച പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത നേതാക്കന്മാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെയാണ് ആ ഭരതന്റെ മഹത്വം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അവസാനം രാമന്റെ നിർബന്ധ പ്രകാരവും വസിഷ്ഠന്റെ ഉപദേശപ്രകാരവും മാത്രമാണ് ഭരണഭാരം ഏൽക്കുവാൻ ഭരതൻ തയ്യാറാവുന്നത്. എന്നിട്ടും അയോധ്യയിലിരുന്ന് ഭരിച്ചിട്ടില്ല. നന്ദിഗ്രാമത്തിലിരുന്നുകൊണ്ട് താപസവേഷധാരിയായി ജടാവൽക്കലങ്ങളൊക്കെ ധരിച്ച് എല്ലാ കാര്യവും സിംഹാസനത്തിലിരിക്കുന്ന രാമവാദങ്ങളിൽ സമർപ്പിച്ച് മാത്രം ഭരണം നടത്തി. ഭരണവും ഒട്ടും മോശമായില്ല. ദശരഥൻ ഭരിച്ചതിനേക്കാൾ രാജ്യത്തിന് വിസ്തൃതിയും സമ്പത്തും ഒക്കെ കൂടി. ശത്രുഘ്നൻ ഇതിനെല്ലാം ഒരു തുണയായി കൂടെ ഉണ്ടായിരുന്നു. ഇനി ലക്ഷ്മണന്റെ കാര്യം, 14 വർഷക്കാലം ഉറക്കത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് രാമനും സീതയ്ക്കും സംരക്ഷണമൊക്കെ ഒരുക്കി സേവനത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചയാൾ. ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെയൊക്കെ ശ്രേഷ്ഠമായ കുടുംബ കഥയാണ് രാമായണം പറയുന്നത്. നിർഭാഗ്യവശാല് ഇനി നമ്മുടെ കുട്ടികൾക്ക് ഈ ശ്രുതകീർത്തിയെയും മാണ്ഡവിയും ഒന്നും അല്ല അവർ പരിചയപ്പെടുന്നത്. അവർ കൈകേയിമാരുടെയും മന്ത്രമാരുടെയും കഥകളൊക്കെയാണ് ഇന്ന് സിനിമയിലും സീരിയലിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ രാക്ഷസീ സ്വഭാവമുള്ള കുറെ സ്ത്രീകളെ അവതരിപ്പിക്കുന്ന തകരുന്ന ഹിന്ദു കുടുംബങ്ങളുടെ കഥകൾ മാത്രമാണ് ഇന്ന് സന്ധ്യാസമയങ്ങളിൽ പല കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവണന്മാർക്കും ദുശാസനന്മാർക്കും വീരപരിവേഷം നൽകുന്ന സിനിമകളാണ് ഇന്നത്തെ യുവതലമുറ കാണുന്നത്. വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങള്, അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഒക്കെ കുടുംബ കോടതിയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കേണ്ടി വരുന്ന മക്കള്, സ്ത്രീധനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ എല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാകുന്നു. പല കുടുംബങ്ങളും, പ്രത്യേകിച്ചും ഹൈന്ദവ കുടുംബങ്ങൾ ശൈഥല്യത്തിന്റെ വക്കിലാണ്. രാമായണം പോലുള്ള ശ്രേഷ്ഠമായ ഒരു കുടുംബകഥ നിത്യവും പാരായണം ചെയ്യുകയും കേൾക്കുകയും അതിൽ ശ്രേഷ്ഠ കഥാപാത്രങ്ങളെയൊക്കെ സംശീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട് രാമരാജ്യമാവും, സംശയമില്ല. അതിനാല് പാഞ്ചജന്യം ട്രസ്റ്റ് നടത്തുന്ന ഈ ഒരു രാമായണ മാസ പരിപാടികൾ രാമായണത്തിന്റെ സന്ദേശങ്ങൾ അനേകരിൽ എത്തിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകള് രാമപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും സാദര പ്രണാമം. ജയ് ശ്രീറാം. ഹരി ഓം. ഇന്നത്തെ പരിപാടികൾക്ക് സമാപനം കുറിക്കുന്നത് രാമായണത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ലഘു നാടകത്തോടെയാണ്. ഭരതായണം എന്നാണ് ഇതിൻ്റെ പേര്. ഈ നാടകം രചിച്ചിട്ടുള്ളത് ശ്രീ ബാബു ദാമോദരൻജിയാണ്. ഇതിൻ്റെ സംവിധാനം ബോംബെയിൽ ഏറെ പ്രശസ്തനായ നാടക നടനും സംവിധായകനുമായ
ബോംബെ ബാലാജിയാണ്. നമുക്ക് ഈ നാടകം വീക്ഷിക്കാം. അങ്ങ് ഇങ്ങനെ അസ്വസ്ഥനാകരുത്. ശത്രുഘ്ന, അതാ ആ ചക്രവാളത്തിലേക്ക് നോക്കൂ. സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? അവിവേകമൊന്നും കാണിക്കരുത്. 14 സംവത്സരങ്ങൾ അവസാനിക്കാൻ ഇനി അധിക സമയമില്ല. ജ്യേഷ്ഠൻ രാമൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല. അങ്ങ് അക്ഷമനാകാതിരിക്കൂ. ജ്യേഷ്ഠൻ വരാതിരിക്കില്ല. എങ്ങനെ വരാൻ? അദ്ദേഹത്തിന് നഷ്ടമായത് ജീവിതത്തിലെ 14 വർഷങ്ങളല്ലേ? അതിന് കാരണക്കാരായ കൈകേയിയോടും അവരുടെ അദ്ദേഹത്തിന് നീരസമില്ലാതിരിക്കുമോ? നമ്മുടെ ജ്യേഷ്ഠൻ അത്തരക്കാരനാണോ? കഷ്ടനഷ്ടങ്ങൾ മനുഷ്യരെ എவ்விധം ചിന്തിപ്പിച്ചുകൂടാ. ജ്യേഷ്ഠൻ രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല. കാലം ഏത് മഹാത്മാക്കളെയും മാറ്റിക്കളയും. ശത്രുഘ്ന, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ, നീയും ഞാനും രാമനും ലക്ഷ്മണനും ഒരേ പിതാവിന്റെ മക്കളാണെങ്കിലും നമ്മുടെ അമ്മമാർ വ്യത്യസ്തരാണ്. അതുകൊണ്ട് സ്വന്തം പുത്രൻ രാജാവാകാത്തതിൽ കൗസല്യാമ്മയ്ക്ക് ദുഃഖമുണ്ടാകില്ലേ? ആ ദുഃഖം ജ്യേഷ്ഠൻ അറിയാതിരിക്കുമോ? അതിന് കാരണക്കാരനായ എന്നെ അദ്ദേഹം ശിക്ഷിക്കാതിരിക്കുമോ? ശിക്ഷിക്കുകയോ? എങ്ങനെ? 14 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ജ്യേഷ്ഠൻ രാമൻ രാജ്യഭാരം ഏറ്റെടുത്തില്ലെങ്കിൽ ഭരതൻ ജീവത്യാഗം ശപഥമെടുത്തതല്ലേ? വരാതിരുന്നു കൊണ്ട് ആ വിധം അദ്ദേഹത്തിന് എന്നെ ശിക്ഷിക്കാം. സമയമായിരിക്കുന്നു. എനിക്ക് വാക്ക് പാലിക്കാനുള്ള സമയമായിരിക്കുന്നു. ശത്രുഘ്ന, ഞാൻ സന്തോഷത്തോടെയാണ് ആത്മാഹൂതി ചെയ്തതെന്ന് നീ ജ്യേഷ്ഠനോട് പറയണം. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് അയോധ്യയുടെ രാജാവാക്കണം. പിതാവിന് കൊടുത്ത വാക്കിന്റെ കാലാവധി ഇന്നത്തോടെ കഴിഞ്ഞല്ലോ. എന്റെ മരണം ജ്യേഷ്ഠനെ സന്തോഷിപ്പിക്കട്ടെ, എല്ലാവരെയും സന്തോഷിപ്പിക്കട്ടെ. അരുത് ജ്യേഷ്ഠ, അരുത്! എന്നെ തടയരുത്. ക്ഷത്രിയന് വാക്കാണ് സത്യം. അല്പനേരം കൂടി കാത്തിരുന്നു കൂടെ? ഇല്ല, ഇത് ഭരതന്റെ വിധിയാണ്. എന്താ ജ്യേഷ്ഠ, എന്താണ് ഇങ്ങനെ? എവിടെ നോക്കിയാലും രാജ്യത്താകമാനം ഒരു മ്ലാനത. ശരിയാണ്, ഗോശാലകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു.
വഴിയോര കച്ചവടക്കാരെയൊന്നും കാണുന്നില്ലല്ലോ. ക്ഷേത്രത്തിൽ ഒരു വിളക്ക് പോലും തെളിയിച്ചിട്ടില്ല. അലങ്കാരങ്ങളും കൊടിതോരണങ്ങളും ഒന്നും ഇല്ലേ ഇല്ല. ജ്യേഷ്ഠൻ രാമന്റെ പട്ടാഭിഷേകത്തിന് അച്ഛൻ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയില്ലേ? ഇല്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കേകയത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അയോധ്യ. ശരിയാണ്, ആകെ ഒരു സങ്കടമുഖമാണല്ലോ അയോധ്യക്ക്. എന്തോ കുഴപ്പമുണ്ട്. അരമനയുടെ മുന്നിൽ പോലും ആരെയും കാണുന്നില്ലല്ലോ. ഞാനും ശ്രദ്ധിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ജ്യേഷ്ഠൻ രാമന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹം രാജാവാകുന്നത് എത്ര കാലമായി നമ്മൾ സ്വപ്നം കാണുന്നു. സത്യം. എങ്കിലും ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ. അങ്ങേക്ക് എപ്പോഴെങ്കിലും രാജാവാകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല ശത്രുഘ്ന. ജ്യേഷ്ഠൻ രാമന്റെ അനുജനായിരിക്കുന്നതിനേക്കാൾ എന്ത് ഭാഗ്യമാണ് എനിക്ക് ഈ ജീവിതത്തിൽ വേണ്ടത്. അങ്ങയുടെ മനസ്സ് പരിശുദ്ധമാണ്. എന്താ, നിനക്ക് കിരീടമോഹമുണ്ടോ? എനിക്കോ? നിങ്ങൾ 3 പേരും ഉള്ളപ്പോഴോ? നന്നായി. കളിയായിട്ട് പോലും നീ അങ്ങനെ പറയരുത് ശത്രുഘ്ന. ജ്യേഷ്ഠൻ അത് തീർച്ചയായും നിനക്ക് തന്നെ തരും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം തകർക്കപ്പെട്ടു. അതിന് കാരണം നിന്റെ അമ്മ കൈകയാണ്. അവൾ ആ വരങ്ങൾ ആവശ്യപ്പെട്ടു. യുദ്ധരംഗത്ത് എന്നെ രക്ഷിച്ചതിന് ഞാൻ കൊടുത്ത 2 വരങ്ങൾ. നിന്നെ രാജാവാക്കുക, മറ്റൊന്ന് രാമനെ വനവാസത്തിനയക്കുക. രാമനെ രാജാവാക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതാ. അവനല്ലേ സീമന്തപുത്രൻ, സിംഹാസനാവകാശി. പക്ഷേ രാമൻ പോയിരിക്കുന്നു. എന്നെ വിട്ട് വനത്തിലേക്ക് പോയിരിക്കുന്നു. ഞാനും പോവുകയാണ് ഭരത. ഈ ദേഹം വിട്ട് ഞാനും പോവുകയാണ്. എവിടെയാവൻ?
നീ എന്താണ് ഈ കാട്ടിയത്? മന്ദര നമ്മളെ എടുത്തു വളർത്തിയ സ്ത്രീയല്ലേ? അവരുടെ മുടിക്കുത്തിന് പിടിച്ച് തള്ളി കൊല്ലാൻ ശ്രമിച്ചത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്ത്രീകൾ ഉപദ്രവിക്കാമോ ശത്രുഘ്ന? അതിനെ തല്ലി കൊല്ലുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. അച്ഛന്റെ മൃത്യുവിനും ജ്യേഷ്ഠന്റെ വനവാസത്തിനും കാരണമായത് ആ കുലട കൈകേയിയമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ്. അമ്മ കാരണം ആളുകളെ നേരിടാൻ വയ്യാതായിരിക്കുന്നു. എല്ലാവരും എന്നെ അവജ്ഞയോടെ നോക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ മൂലം ജ്യേഷ്ഠനുണ്ടായ അവസ്ഥ എന്നെ തളർത്തുകയാണ് ശത്രുഘ്ന, എന്നെ തളർത്തുകയാണ്. എന്തൊരു വിധിയാണിത്! അച്ഛനോ പോയി, ഇനി ജ്യേഷ്ഠനെ കൂടെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. ശത്രുഘ്ന, നമ്മൾ പോവുകയാണ്. എങ്ങോട്ട്? ജ്യേഷ്ഠനെ കാണാൻ. അപ്പോൾ അയോധ്യ? അച്ഛന്റെ മരണത്തോടെ അയോധ്യ അനാഥമായി. ഇനി ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ സനാഥമാക്കണം. കാഷായ വസ്ത്രം കണ്ടപ്പോഴേ ഞാനത് ഊഹിച്ചു. മാതാവിന്റെ ചാബല്യത്തിന് മാപ്പ് ചോദിക്കണം. പിതാവിന്റെ മരണം അറിയിക്കണം. രാജ്യാധികാരം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കണം. ജ്യേഷ്ഠന് എന്നെ നിരസിക്കാനാവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണെന്നെ. അദ്ദേഹം വരും. അയോധ്യ രാമരാജ്യമാകും. പക്ഷേ കൈകേയിയമ്മയെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ജ്യേഷ്ഠൻ ചെയ്യുമോ? എങ്കിൽ എനിക്ക് മാതൃഹത്യ നടത്തേണ്ടി വരും. എനിക്കറിയാം അങ്ങനെ കൊല്ലാനായിരിക്കുമോ ഭരതന്റെ പുറപ്പാട്? എന്ത് അവിവേകമാണ് നീ പറയുന്നത്? അങ്ങനെ കൊന്നാൽ പിന്നെ മരണം വരെയും അവൻ ആരെയും പേടിക്കാതെ ഭരിച്ച് രമിക്കാമല്ലോ. ഭരതന് ഞാൻ പിതൃതുല്യനാണ്. എന്നിട്ടാണോ അമ്മയും മകനും കൂടി ഗൂഢാലോചന നടത്തി അച്ഛനെ ദുഃഖത്തിലാഴ്ത്തി അങ്ങനെ കാട്ടിലേക്ക് അയച്ചത്? ഭരതൻ അതിൽ പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങയുടെ നല്ല മനസ്സ്. ലക്ഷ്മണ, നിന്റെ ദേഷ്യം ഇനിയും മാറിയിട്ടില്ല. കോപം അനർത്ഥത്തെ ഉണ്ടാകും. മുൻവിധികൾ പാടില്ല. കാത്തിരുന്നു കാണും. എന്നോട് ക്ഷമിക്കൂ ജ്യേഷ്ഠ. ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല.
എനിക്കറിയാൻ ഭരത. ആ കിഴവി മന്ദരയുടെ ദുർവാക്കുകൾ കേട്ട് ചപലയായ അമ്മയെ ഞാൻ ആവോളം ശകാരിച്ചു. മന്ദരയെ ശത്രുഘ്നൻ കൊന്നില്ലെന്നേ ഉള്ളൂ. ശത്രുഘ്ന, എന്തായത്? വിവേകമതിയായ നീ ഇவ்விதം വികാരത്തിന് അടിമപ്പെടുകയോ? എല്ലാവരും പറയുന്നു ഞാൻ മൂലമാണ് അങ്ങ്. ആരുടെ മുഖത്ത് നോക്കാൻ എനിക്കാവുന്നില്ല. വിഷമിക്കാതെ വിധിഹിതം അംഗീകരിക്കും. ലക്ഷ്മണ, ഇവർക്ക് ഫലമൂലാദികൾ കൊടുക്കൂ. എന്നിട്ട് ഇവർ അല്പം വിശ്രമിക്കട്ടെ. വിശ്രമിക്കാൻ നേരമില്ല ജ്യേഷ്ഠ. നമുക്ക് പോകാം. എങ്ങോട്ട്? അയോധ്യയിലേക്ക്. എന്തിന്? രാജാവാകാൻ. അപ്പോ അവിടെ അച്ഛനില്ലേ? അച്ഛൻ നമ്മെ വിട്ട് പോയി ജ്യേഷ്ഠ. നിങ്ങൾ പോയ വേദനയിൽ അച്ഛൻ നെഞ്ചി പൊട്ടി മരിച്ചു. ജ്യേഷ്ഠന് ഞാൻ വരുന്നത് വരെ ഒന്നും നിൽക്കാമായിരുന്നില്ല. എന്നെ അങ്ങേക്ക് അറിയില്ലേ? എന്റെ അമ്മയുടെ ഭ്രാന്തന് ഞാൻ കൂട്ടു നിൽക്കുമോ? എന്നെ ജ്യേഷ്ഠൻ ഇത്രയ്ക്ക് വിശ്വാസമില്ലാതായല്ലോ. നാലു മക്കളുണ്ടായിട്ടും അന്ത്യനിമിഷങ്ങളിൽ അടുത്താരുമില്ലാതെ അനാഥനായി അച്ഛൻ. പുത്രദുഃഖത്താൽ മരിക്കുമെന്ന ആ ശാപവും ഫലിച്ചിരിക്കുന്നു. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. അച്ഛന്റെ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം ചെയ്യാം. വരൂ, നമുക്ക് ഗോദാവരി തീരത്തേക്ക് പോകാം.
എന്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുകയാണ്, അങ്ങ് തിരിച്ചു വന്ന രാജ്യാധികാരം ഏറ്റെടുക്കണം. അച്ഛൻ അങ്ങയോടുള്ള പ്രിയം അങ്ങേക്ക് അറിയാവുന്നതല്ലേ? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, അങ്ങ് എന്താണ് ഒന്നും മിണ്ടാത്തത്? അങ്ങയുടെ ഈ മൗനം എന്നെ കാർന്നു തിന്നുകയാണ്. എനിക്ക് സഹിക്കാനാകുന്നില്ല. ഓ, ഏത് നശിച്ച സമയത്താണ് എനിക്ക് കേകയത്തേക്ക് പോകാൻ തോന്നിയത്. എന്റെ അമ്മയുടെ അറിവില്ലായ്മയ്ക്ക് എനിക്ക് മാപ്പ് തരൂ ജ്യേഷ്ഠ. ഭരത, നിന്നെ എനിക്കറിയാം. എല്ലാവരിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നീയാണ്. ജ്യേഷ്ഠ, ലക്ഷ്മണ, കണ്ടോ നീ ഭരതന്റെ ഭ്രാതൃസ്നേഹം? ക്ഷമിക്കൂ ജ്യേഷ്ഠ. ദുഃഖവും ദേഷ്യവും എന്നെ ദുഷ്ടനാക്കി. ഭരത, നീയും എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ അവിശ്വസിച്ചു. പക്ഷെ ജ്യേഷ്ഠൻ ഒരിക്കലും നിന്നെ തള്ളി പറഞ്ഞില്ല. ഹാവു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഭരത, നീ പോലും എന്നെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. വിഷമഘട്ടങ്ങളിൽ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സഹോദരങ്ങൾ. അത് അങ്ങ് എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എന്റെ എല്ലാ സംശയങ്ങളും അങ്ങ് ദൂരീകരിച്ചിരിക്കുന്നു. വരൂ ജ്യേഷ്ഠ, നമുക്ക് പോകാം അയോധ്യയിലേക്ക്. അങ്ങ് മാത്രമാണ് ആ സിംഹാസനത്തിന് യോഗ്യൻ. ഇല്ല ഭരത, ഇല്ല, എനിക്ക് വരാനാവില്ല. അച്ഛന്റെ വാക്ക് പാലിക്കപ്പെടണം. അത് നിയതിയുടെ തീരുമാനമാണ്. ലക്ഷ്മണൻ എനിക്കിവിടെ കൂട്ടുണ്ട്. പോകൂ, പോയി രാജ്യം നന്നായിട്ട് പരിപാലിച്ച് പിതാവിന്റെ വരത്തെ ശ്രേയസ്കരമാക്കും. ശത്രുഘ്നൻ നിന്നെ സഹായിക്കും. ഇല്ല, ഇല്ല ജ്യേഷ്ഠ, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങല്ലാതെ അയോധ്യക്ക് മറ്റൊരു രാജാവില്ല. അങ്ങില്ലാത്ത കൊട്ടാരം എനിക്ക് അന്യമാണ്. ഞാൻ രാജ്യാതിർത്തിയിലെ കാട്ടിൽ എവിടെയെങ്കിലും ഒരു കുടിൽ കെട്ടി താമസിക്കും. അയോധ്യ ശത്രുഘ്നം ഭരിച്ചുകൊള്ളട്ടെ. അതല്ല ശരി. അതാണ് ശരി. അതേ ഉള്ള ഒരു വഴി. അങ്ങ് മാത്രമാണ് അയോധ്യയുടെ പ്രാണൻ. എന്റെ പ്രാണൻ എന്നും അയോധ്യയിലുണ്ടാവും. നീ രാജാവാകണമെന്നാണ് എന്റെ ആഗ്രഹം. ശരി, എങ്കിൽ അങ്ങയുടെ ഈ പാതുകങ്ങൾ എനിക്ക് തരൂ. ഞാനത് സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊള്ളാം.
പക്ഷേ ജ്യേഷ്ഠ, 14 വർഷം തികയുന്ന ആ മാത്രയിൽ അങ്ങ് തിരിച്ചു വന്ന് അയോധ്യയിലെ സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ ഞാൻ തൽക്ഷണം ജീവൻ വെടിയും. ഇത് ഭരതവാക്യമാണ്. അരുത് വരുന്ന അരുത് ശ്രേഷ്ഠ. നീ വീണ്ടും എന്നെ അവിശ്വസിച്ചുവല്ലേ? നമ്മൾ സഹോദരന്മാരാണെന്ന കാര്യം നീ മറന്നു. നിന്നെ ഞാൻ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് കരുതി. എത്രയായാലും ഞാൻ അങ്ങയുടെ രണ്ടാനമ്മയുടെ മകനല്ലേ? എന്റെ അമ്മയുടെ ക്രൂരത അങ്ങയെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. വിധി, നമ്മുടെ അമ്മമാർ വ്യത്യസ്തരായിരിക്കാം, പക്ഷേ നമ്മൾ ഒരേ പിതാവിന്റെ മക്കളാണ്. അതായത് നമ്മുടെ പൈതൃകം ഒന്നാണ്. ആരും അവനവന്റെ പൈതൃകം മറക്കാതിരിക്കുക. എന്റെ അറിവില്ലായ്മയ്ക്ക് എനിക്ക് മാപ്പ് തരൂ ജ്യേഷ്ഠ. മാപ്പ് തരാം, പക്ഷേ 14 വർഷം മുമ്പ് നീ എടുത്തുകൊണ്ടുപോയ എന്റെ പാതുകങ്ങൾ മടക്കിത്തരൂ. ഭരത, നിനക്ക് സന്തോഷമായി അല്ലേ? ഭിന്ന മാതൃകുലങ്ങളിൽപ്പെട്ട സഹോദരന്മാരെങ്കിലും പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ച് അധികാരം പങ്കുവെച്ച് നിങ്ങൾ സിംഹാസനമേറിയിരിക്കുന്നു. രാമരാജ്യം ഉണ്ടായിരിക്കുന്നു. നല്ല കാര്യം. പക്ഷെ ഭരത, രാമരാജ്യത്തിൽ സ്ത്രീകൾക്ക് അധികാരത്തിൽ അവകാശങ്ങളൊന്നുമില്ലേ? പതിയുടെ കൂടെ ഇരിക്കേണ്ടത് പത്നിയല്ലേ? നിന്റെ ജ്യേഷ്ഠൻ അത് മറക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ഇരിക്കേണ്ടിടത്തല്ലേ നീ ഇരുന്നത്? ജ്യേഷ്ഠപത്നിയെ അമ്മയെ പോലെ കാണുന്ന ഭരത, നീ എന്താണ് എന്നെ മറന്നുപോയത്? സീതമ്മ